CPM പരാജയപ്പെട്ടതെങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള 2 ദിവസത്തെ വളരെ വിശാലമായിട്ടുള്ള ചർച്ച CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയതിന് ശേഷം കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ്, അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. വളരെ സമയമെടുത്ത് അദ്ദേഹം ഒരു ബ്രീഫിംഗ് നടത്തിയിരുന്നു. കൂടാതെ ആളുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ ചില തെറ്റുകൾ CPMന് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിശദമാക്കുന്നില്ല. പക്ഷേ ആ തെറ്റുകൾക്കും അപ്പുറം CPMന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റുകൂടിയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ CPMന് ഒരു തിരിച്ചുവരവ് അസാധ്യമാകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കതൊന്ന് ചുരുക്കി ഒന്ന് കേട്ടിട്ട് പോകാം. എന്താണ് ആ പറഞ്ഞു വെച്ചതെന്ന്. അതിൽ അദ്ദേഹം പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ പാർട്ടി ഒരു കാലത്തും അനുകൂലിച്ചിട്ടില്ല എന്നുള്ളതും, അങ്ങനെ അനുകൂലിക്കാതിരുന്ന അദ്ദേഹം ചില മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയപ്പോൾ അതിനെ അനുകൂലിച്ചിട്ടില്ലെങ്കിലും അതിനെ എതിർത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതാണ്. കൂടാതെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസ് റിലീസ് പുറത്തിറക്കിയതാണ്. പക്ഷേ എന്നിട്ട് പോലും ആ എതിർത്തതിന് അത്ര ശക്തി പോരാ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്ര ഊക്ക് പോരാ എന്ന് പറഞ്ഞതുകൊണ്ടാണ് വലിയ തോതിലുള്ള പ്രചരണമുണ്ടായത്. അതെല്ലാം തന്നെ തങ്ങൾക്ക് പ്രശ്നമായി തീർന്നു എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ ഭരണവിരുദ്ധ വികാരവും ഏതാണ്ട് ഒരു പരിധിവരെ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഭരണത്തെക്കുറിച്ച് പൊതുവേ നല്ല മതിപ്പാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പൊതുവേ വലിയ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും പരമ്പരാഗത മേഖലകളിലൊക്കെ തന്നെ അവർ പ്രതീക്ഷിച്ചത്ര തോതിലുള്ള ഒരു സംതൃപ്തി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. കൂടാതെ മറ്റ് മതന്യൂനപക്ഷങ്ങളെയൊക്കെ തന്നെ CPMൽ നിന്ന് അകറ്റാനുള്ള വലിയ പ്രചരണത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ അത് നടത്തിയത് ദേവസ്വം ബോർഡാണ്. നേരത്തെയും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് സർക്കാരാണ് നടത്തുന്നതെന്നും അവിടെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വായിച്ചതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ പാർട്ടികൾക്ക് വലിയ തെറ്റുപറ്റി എന്നുള്ളതുമാണ് പാർട്ടി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ CPMനെതിരെ ഉണ്ടായിട്ടുള്ള പ്രചരണത്തിൽ, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രചരണത്തെ വളരെ കൃത്യമായി നേരിടാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. കൂടാതെ ഇത്ര വലിയൊരു തോൽവി ഉണ്ടാകും എന്ന് പറയുന്ന യാഥാർത്ഥ്യവും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പുതുവഴി പുതുവഴികൾ എന്ന് പറയുന്ന ഒരു ഇമെയിലും അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റും കൂടാതെ ഒരു വാട്സപ്പ് നമ്പറും കൂടി കൊടുത്തുകൊണ്ട് CPMകാരായിട്ടുള്ള അല്ലെങ്കിൽ CPMൻ്റെ അനുഭാവികളായിട്ടുള്ളതും അതുപോലെ CPMനോട് അനുഭാവമില്ലാത്ത ആളുകളെ പോലും അഭിപ്രായങ്ങൾ അറിയിക്കാനും, അങ്ങനെ അറിയിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ വളരെ നിശിതമായി പരിശോധിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. അത് സാധാരണ ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെ ചർച്ച നടത്തിയിട്ടാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ വിശാലമായിട്ടുള്ളൊരു സംസ്ഥാന കമ്മിറ്റി, അതായത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായിട്ടുള്ളൊരു സംസ്ഥാന കമ്മിറ്റി കൂടാനും ഇതിനെന്താണ് ബദൽ സൃഷ്ടിക്കുക എന്നുള്ളതിനൊക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കെല്ലാം അറിയാം, CPM അങ്ങനെ വെറുതെ പറയുന്നൊരു പാർട്ടിയല്ല. CPM ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി CPM നേരിട്ടതിന് ശേഷം CPM എല്ലാ വീടുകളിലും കയറി തന്നെ അതിൻ്റെ കൃത്യമായിട്ട് പ്രചരണം നടത്താനും ഇയാളുടെ ആശയം എന്താണെന്ന് വ്യക്തമാക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇതൊക്കെ CPM പറയുന്നൊരു കാര്യം ഈ തിരിച്ചടിയോ ഈ തോൽവിയോ മാത്രമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നം ഗോവിന്ദൻ മാഷും പാർട്ടിയുടെ നേതാക്കളും സഖാക്കളും ഒക്കെ അറിയാൻ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യം, യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇതല്ല ഗോവിന്ദൻ മാഷേ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 20-25 കൊല്ലമായിട്ട് പാർട്ടി അതിൻ്റെ പ്രചരണ സംവിധാനങ്ങളിൽ നിന്ന് വലിയ പിന്നോക്കം പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ നിങ്ങളൊന്ന് എടുത്ത് ആലോചിച്ച് നോക്കൂ. മതപരമായ നമുക്കിപ്പോൾ ഏതെങ്കിലും മതത്തിനെയോ ഏതെങ്കിലും ദൈവത്തെയോ ഒക്കെ ഒന്ന് വിമർശിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. മതപരമായ വിശ്വാസങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല പോലും നേരത്തേക്ക് ഒരു 5-10 കൊല്ലം മുമ്പ് എനിക്കൊക്കെ പോലും അറിയില്ലായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പൊങ്കാല മഹോത്സവം പോലും വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും ചാനലുകളൊക്കെ വാർത്തയാക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ശബരിമല എന്ന് പറയുന്നത് വലിയ വികാരമായി മാറിയിരിക്കുന്നു. അതുപോലെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും ജാതീയമായ മതപരമായ വിശ്വാസങ്ങൾക്കെല്ലാം തന്നെ വലിയ പ്രാമുഖ്യം കിട്ടുന്ന ഒരു സൊസൈറ്റിയായി കഴിഞ്ഞ 20-25 കൊല്ലങ്ങൾ കൊണ്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു കാര്യം. അതിനെ ചെറുക്കാൻ പാർട്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതിനെ ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPയുടെ ഒരു സംഘപരിവാറിൻ്റെയൊക്കെ രാഷ്ട്രീയം
വളരെ കൃത്യമായി ഇവിടെ ആളുകളുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ പുരോഗമന കലാസാഹിത്യ സംഘവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ടെമ്പറിൽ നിന്നും യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ സമൂഹം തിരികെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഈ പെട്ടെന്നുണ്ടായ തോൽവിക്ക് കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലവും നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് മാധ്യമങ്ങളും, അതായത് ഏഷ്യാനെറ്റും മീഡിയ വണ്ണും പോലെയുള്ള മാധ്യമങ്ങളും യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കൂടാതെ മറുനാടൻ ഷാജൻ മുതൽ നിരവധി ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ തന്നെ വളരെ കൃത്യമായി അവിടെയൊക്കെയുള്ള ഐക്കണുകൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കും. മറുനാടൻ ഷാജൻ, ശ്രീജിത്ത് പണിക്കർ, അതുപോലെ TG മോഹൻദാസ്, ഇത്തരത്തിലുള്ള ഐക്കണുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർ വഴിയുള്ള ഒരു പ്രചരണത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങളൊരു സാറ്റലൈറ്റ് ചാനലാണെങ്കിൽ ആ ചാനലിൽ നമ്മൾ 24 മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നാൽ മുഴുവൻ സമയവും അവർക്ക് ഏതെങ്കിലും പാർട്ടിയെ പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും സമയത്തൊക്കെ മാത്രമേ അവർക്ക് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിനു വി ജോൺ നടക്കുന്ന ചർച്ചയിൽ പാർട്ടിയെ എതിർക്കാം, അതുപോലെ ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൽ എന്ത് ചെയ്യാം, CPM-നെതിരെയുള്ള വാളെടുക്കാം. പക്ഷേ സാറ്റലൈറ്റ് ചാനലുകളിൽ 24 മണിക്കൂർ സംപ്രേഷണത്തിലും അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കാൻ കഴിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ അതല്ല. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ നമ്മൾ 1, 2, 3 വീഡിയോ ഒരാളുടെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭക്ഷിക്കാൻ കിട്ടുന്നത്, നമുക്ക് പിന്നെ കാണാൻ കിട്ടുന്നത് അതേ നേച്ചറിലുള്ള അതേപോലെയുള്ള ആളുകളുടെ വീഡിയോസ് കൂടിയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോസിനൊക്കെ പ്രാമുഖ്യമേറുകയും അവർ ഈ സോഷ്യൽ മീഡിയകളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും ചെയ്തതിന് CPM ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു പ്രോ സംഘപരിവാർ മീഡിയ പിണറായി വിരുദ്ധത ആളിക്കത്തിക്കാൻ വേണ്ടി വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM വിരുദ്ധത ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിക്ക് അറിയാത്തൊരു കാര്യമില്ല. ത്രിപുരയിൽ പാർട്ടിയെ തോൽപ്പിച്ചപ്പോൾ അന്ന് BJP പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയപരമായിട്ടുള്ള വിജയമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ആശയപരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ കേരളത്തിൽ ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങൾ അവരുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഇവിടെ നോക്കിയിരിക്കുകയായിരുന്നു. ഒന്ന്. ഇനി രണ്ടാമത്തേത്, വളരെ സാറ്റലൈറ്റ് മീഡിയകളും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മീഡിയകളും മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലുള്ളതിൽ ഒന്ന് പ്രോ സംഘപരിവാർ, രണ്ടാമത്തത് ഒരു പ്രോ ലെഫ്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്നു, എന്നാൽ ബ്രോഡർ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്ന ആളുകൾ, അതായത് പഴയ സഖാക്കളായിരുന്നവർ, പാർട്ടിയുടെ സഹപ്രവർത്തകരായിരുന്നവർ, ഇവരെല്ലാവരെയും തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങളെ തടയാനോ ശ്രമിക്കാതെ വലിയ ഒരു അപ്രമാദിത്വം ഈ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് കിട്ടിയെന്നുള്ളതാണ്. ആ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തരം ആളുകളും, ഒന്ന് കോൺഗ്രസ് അനുകൂല ചാനലുകൾ, രണ്ടാമത്തേത് പ്രോ സംഘപരിവാർ ചാനലുകൾ, മൂന്നാമത്തേത് നേരത്തെ മുതൽ പാർട്ടി വിട്ടുപോയിട്ടുള്ള ബ്രോഡർ ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ, ഇത് അല്ല CPM ചെയ്യേണ്ടത്, CPM വലതുപക്ഷ തീവ്ര പാർട്ടിയാണെന്ന് പറയുന്ന ആളുകൾ, അവർ നെഹ്റുവിയൻ ലെഫ്റ്റായി കോൺഗ്രസിനെ കാണുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ തന്നെ ഒരു സമസ്ത മേഖലകളിലും ഇത്തരത്തിലുള്ള ആളുകളെ സംയോജിപ്പിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1,50,000 വോട്ടുകളിലേക്ക് UDF എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും അവർ 2019 പോലും അവരെത്തിയത് 94-95 ലക്ഷം വോട്ടിലേക്കാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ വോട്ട് ബേസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആ കാര്യങ്ങളെ കാണാതെ നമ്മൾ ശരിയാണ്, ഇപ്പോൾ 30 സീറ്റുകളിൽ BJPയും അതുപോലെ കോൺഗ്രസുമായിട്ട് ഡീലുണ്ടായിരുന്നു എന്നാൽ ചില സ്ട്രാറ്റജിക് വോട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിലെ കണക്കുകളായിട്ട് ഞാൻ പിന്നെ വരാം. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്തരത്തിലുള്ളൊരു സ്പേസ് മുഴുവൻ അവർക്ക് വിട്ടുകൊടുത്തു. ഇപ്പം ഇത് തന്നെയാണ് കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിൽ പറ്റിയത്. കോൺഗ്രസ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകങ്ങളെല്ലാം തന്നെ BJPക്ക് വിട്ടുകൊടുത്തു. അതായത് ദൈവവിശ്വാസം അവർക്ക് മാത്രമാണ്, അതുപോലെ രാമൻ അവരുടെ മാത്രം ദൈവമാണ്, അതുപോലെ മറ്റ് നിരവധി കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അവർക്ക് വിട്ടുകൊടുത്ത് കൈകെട്ടി ഇവിടെ നോക്കിയിട്ടാണ് കോൺഗ്രസ് ചെയ്തത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യയിൽ തകർന്നു പോയത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ കേരളത്തിൽ അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം ഈ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നടത്താൻ, സോഷ്യൽ മീഡിയ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. രണ്ടാമത് മാത്രമേ ഈ പാരമ്പര്യ മീഡിയകൾ വരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല പഠനങ്ങളും, ലോകത്ത് തന്നെ പല പഠനങ്ങളും, ഇപ്പോൾ ടിക്ടോക്കിലൂടെയാണ് കഴിഞ്ഞ തവണ ഇലക്ഷൻ ജയിച്ചത് മിക്ക രാജ്യങ്ങളിലും തന്നെ. 2024 ലോകത്തിലെ 50%-ലധികം ആളുകൾ ഇലക്ഷനിലേക്ക് പോയ ഒരു വർഷമാണത്. ആ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഇലക്ഷനെ തന്നെ വിളിക്കുന്നത് ടിക്ടോക്ക് ഇലക്ഷൻ എന്നാണ്. ഇവിടെ അത് ഇൻസ്റ്റാഗ്രാം റീലുകളുടെയും അതുപോലെ ഫേസ്ബുക്കുകളുടെയും അതുപോലെ യൂട്യൂബിൻ്റെയും ഒക്കെ ഇലക്ഷൻ ആയിരുന്നു എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുകയും അവിടെ കൃത്യമായിട്ടുള്ള ഒരു സേനയെ രൂപീകരിക്കാനും കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ ഒരു തകർച്ചയായിരിക്കും ഫലം എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, കോൺഗ്രസും പ്രോ സംഘപരിവാറും കോൺഗ്രസ് ചാനലുകളും എല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴും ഈ തോൽവിക്ക് ശേഷം പോലും അവർ
ഭരണകൂടത്തെ വിമർശിക്കാനൊന്നും പുറപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഏത് പ്രശ്നം വന്നാലും പിണറായി വിജയനെയും CPM-നെയും ചേർത്തുകൊണ്ടുള്ള വിമർശനങ്ങളിലേക്കാണ് അവർ കിടക്കുന്നത്. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ അടികിട്ടിയവരുടെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ജയിലിൽ പോയവരുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും, ഇനി എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സലീം കുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലും പിണറായി വിജയനെതിരെ കള്ളം പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണമാണ് നടക്കുന്നത്. ആ പ്രചരണങ്ങളിൽ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ഒരു ഭാഗം കേൾക്കുകയും ചെയ്യുന്ന ആളുകളുടെ നമ്പർ കൂടി വരികയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കേരളത്തിൽ പോലും ചില പഠനങ്ങൾ പറയുന്നത് പുറത്ത് ദേശാഭിമാനി വെക്കുകയും അകത്ത് അവർ ജനം TV കാണുകയും ചെയ്യുന്ന ലെവലിലേക്ക് ഈഴവ കുടുംബങ്ങളടക്കമുള്ള നിരവധി കുടുംബങ്ങളിൽ അവരുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ആളുകളുടെ ഒരു റീച്ച് കൂട്ടുന്നതിന്, ആളുകളെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വലിയൊരു സൈബർ സേനയും സോഷ്യൽ മീഡിയയിലെ ആളുകളെയും ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സംശയവുമില്ല CPM-നെ കാത്തിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഇതിനെതിരെയൊക്കെയുള്ള പ്രചരണം ശക്തമാക്കാൻ പറ്റാതെ പോയതാണ് ഏറ്റവും വലിയ CPM-ൻ്റെ പ്രശ്നം. അത് കാണാതെ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇപ്പം നാളെ ഇതല്ല നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ ഇത് തന്നെ. ഇനി വെള്ളാപ്പള്ളിയെ നിങ്ങൾ എതിർത്താൽ പോലും ഉറപ്പായിട്ടും മറുതരത്തിലുള്ളൊരു പ്രചരണം, ആടിനെ പട്ടിയാക്കുന്ന പ്രചരണം നടത്താൻ മീഡിയ വണ്ണും മുസ്ലിം ലീഗും ഒക്കെ തയ്യാറാകുമായിരുന്നു. കാരണം എന്താ, മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ അവർക്ക് അത്രമാത്രം അനിവാര്യമായിരുന്നു. അതിന് പാർട്ടി എന്ത് തന്നെ ചെയ്താലും, വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞാലും വേറെ എന്ത് പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ അവർ മറ്റേതെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി പാർട്ടി ആക്രമിക്കുമായിരുന്നു. ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള സേനയാണ് യഥാർത്ഥത്തിൽ CPM ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മറന്നു പോകരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആണ് ഏറ്റവും വലിയ പുതുവഴി. അതല്ലാതെ CPM-ൻ്റെ പുതുവഴികളും നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ എടുക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ CPM-ന് വലിയ തോതിൽ അടുത്ത തവണ വോട്ടുകൾ നഷ്ടപ്പെടുകയും ആ വോട്ടുകൾ BJP-യിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നിങ്ങൾ കേൾക്കാതിരിക്കരുത്.